ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബൂസ്റ്റ് കൊണ്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് ടൂൾസ് ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കതിനായിട്ടൊരു ബൗൾ എടുക്കാം, ക്ലീൻ ബൗൾ എടുക്കുക. അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു ഗ്ലാസ് കൊണ്ടാണ് ഞാൻ അളവെടുക്കുന്നത്. ഇനി മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ അതിലോട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉണ്ടാവും. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഞാനിവിടെ ഹാൻഡ് ബീറ്റർ കൊണ്ടാണ്, ഒരു സ്പൂൺ കൊണ്ടാണെങ്കിലും ഇളക്കി കൊടുത്താൽ മതി. ഇനി പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ അളവ് പറയുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് 5 രൂപയുടെ ഒരു പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, ബൂസ്റ്റ്. ഇവിടെ ഞാൻ 2 പാക്കറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പാക്കറ്റ് തന്നെ മതി. നല്ല കളർ കിട്ടണമെങ്കിൽ 2 പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് എടുത്തിട്ട് ഞാൻ മുഴുവനും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ലാസ്റ്റ് ബാറ്റർ തിക്കാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രൈനർ എടുത്ത് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്സ് അരിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാൻ പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സാണ് മൈദ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ മിക്സ് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ട ട്രേയിൽ കുറച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓവണിലൊന്നും വെക്കുന്നില്ല. ഇനി നമുക്കതിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാൻ. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് അതിലേക്ക് ഈ കേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 30-35 മിനിറ്റ് വെച്ചതിന് ശേഷം നോക്കാം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.